ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 2. സൂതൻ മുനിമാരുടെ പ്രശ്നത്തിന് മറുപടി പറയുന്നു. ശൗനകാദികളുടെ ശോഭനമായ ചോദ്യം സൂതനെ സന്തുഷ്ടനാക്കി. അതിനുത്തരം പറയുന്നതിന് മുമ്പ് തന്റെ ഗുരുനാഥനായ ശ്രീ ശുകദേവനെ ഭക്തിപൂർവ്വം സ്മരിച്ചു. അതു വേണമല്ലോ. സദ്ഗുരുനാഥന്റെ കൃപയില്ലെങ്കിൽ ഭഗവത് സംബന്ധമായി ഒരക്ഷരമെങ്കിലും ഉരിയാടാൻ കഴിയുമോ? വാസ്തവത്തിൽ ഗുരുനാഥൻ തന്നെയാണ് കാരുണ്യപൂർവ്വം ശിഷ്യന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് വാക്കുകളെ പുറത്തേക്ക് വിടുന്നത്. സൂതൻ പ്രാർത്ഥിച്ചു. എന്റെ ഗുരുനാഥൻ ബാല്യത്തിൽ തന്നെ ഉപനയനാദികൾക്കൊന്നും കാത്തു നിൽക്കാതെ സർവസംഘ പരിത്യാഗിയായി പുറപ്പെട്ടു. പിതാവായ വ്യാസൻ ആത്മജ്ഞാനിയായിട്ടുകൂടി പുത്രന്റെ വിരഹം സഹിച്ചില്ല. പുത്ര പുത്ര എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് പുറകെ പോയി. അപ്പോൾ സർവസമർത്ഥനായ ശുകൻ സകല ചരാചരങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രതിശബ്ദിച്ചു. അതായത് എല്ലാം സുഖമയമായി പിതാവിന് കാണിച്ചു കൊടുത്തു. പുത്രന്റെ പ്രഭാവത്തെ അറിഞ്ഞ് വ്യാസൻ ശാന്തനായി. സർവഭൂത സുഹൃത്തായ ആ ഗുരുദേവനെ ഞാൻ സ്മരിക്കുന്നു. മഹാത്മാവ് സർവവേദാന്തസാരവും അധ്യാത്മദീപവും എന്നാൽ പരമരഹസ്യവുമായ ശ്രീമൽ ഭാഗവതത്തെ ഗാനം ചെയ്തു. തനിക്ക് മാത്രമായിട്ടല്ല, സംസാരികളെല്ലാം കരകയറിക്കൊള്ളട്ടെ എന്ന കാരുണ്യം കൊണ്ട് മാത്രം. അതിനാൽ അവിടുന്ന് സർവർക്കും ഗുരുവായി ഭവിച്ചു. ആ ശ്രീചരണങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്രീനാരായണനെയും നരനെയും സരസ്വതീദേവിയെയും വ്യാസഭഗവാനെയും ഞാൻ വന്ദിച്ചു കൊള്ളുന്നു. ഇപ്രകാരം ഗുരുവന്ദനം ചെയ്തിട്ട് സൂതൻ തുടർന്നു. മുനിമാരെ, ശ്രീകൃഷ്ണ വിഷയമായിട്ടാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അത് എത്രയും ഉചിതമായി. എന്തെന്നാൽ ശ്രീകൃഷ്ണ കഥാപ്രസംഗം മൂലം ആത്മാവ് പ്രസാദിക്കുന്നു. ശ്രീകൃഷ്ണനിൽ അഹൈതുകിയായ ഭക്തി ഉണ്ടാകുന്നു. ആ ഭക്തി അഭിവൃദ്ധിപ്പെടുന്നതോടൊപ്പം വിഷയവൈരാഗ്യവും ബലപ്പെടുന്നു. തദ്വാതരം അന്ധകരണം പരിശുദ്ധമാകുന്നു. ശുദ്ധകരണത്താൽ ആത്മസ്വരൂപജ്ഞാനം തെളിഞ്ഞു പ്രകാശിക്കുന്നു. വേദോത്മകർമ്മങ്ങളായിരുന്നാലും അവയ്ക്ക് ഹരികഥകളിൽ വിശേഷ താല്പര്യമുളവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേവലം നിഷ്ഫലം തന്നെ. ധർമാചരണത്തിന്റെ മുഖ്യ പ്രയോജനം നശ്വരമായ അർത്ഥത്തെ ജനിപ്പിക്കലാവരുത്, ഭഗവത് പ്രാപ്തിയായിരിക്കണം. അർത്ഥത്തിന്റെ പ്രയോജനം ഭഗവത് ധർമ്മചരണമായിരിക്കണം, അല്ലാതെ ക്ഷണികമായ വിഷയാനുഭവം ആവരുത്. കാമത്തിന്റെ പ്രയോജനം ജീവിക്കാൻ വേണ്ടത്ര മാത്രമായിരിക്കണം, അല്ലാതെ ഇന്ദ്രിയപ്രീതിയാവരുത്. ജീവിക്കുന്നതിന്റെ പ്രയോജനം പരമതത്വത്തെ അറിയുവാനുള്ള പരിശ്രമമായിരിക്കണം, അല്ലാതെ അർത്ഥാദികളെ സമ്പാദിക്കലാവരുത്. ആ പരമതത്വത്തെ ഋഷികൾ അദ്വൈതമായ ജ്ഞാനം തന്നെയെന്ന് പറയുന്നു. ഉപനിഷത്തുകൾ ബ്രഹ്മമെന്നും ഉപാസകർ പരമാത്മാവെന്നും ഭക്തന്മാർ ഭഗവാൻ എന്നും പറയുന്നത് ആ പരമതത്വമായ ശ്രീകൃഷ്ണനെ തന്നെയാണ്. ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ സർവധർമ്മങ്ങളും സഫലമായി. അതിനാൽ മനുഷ്യ ജന്മം ലഭിച്ച ജീവൻ നിരന്തരം ശ്രീഹരിയെ തന്നെ ഏകാഗ്ര മനസ്സോടുകൂടി ധ്യാനിക്കണം, ശ്രവണം ചെയ്യണം, കീർത്തിക്കണം. ഈ വഴിക്കുള്ള പരിശ്രമ ഫലമായി ഭോക്തൃത്വ ബുദ്ധി നശിച്ച് സകല കർമ്മങ്ങളും പുണ്യപാപ സഹിതം ഈശ്വരാർപ്പണം ചെയ്യാൻ കഴിയും. തന്മൂലം കർമ്മഗ്രന്ഥി അറ്റുപോകും. പുണ്യതീർത്ഥങ്ങളിൽ ഹരിദാസന്മാരായ മഹത്തുക്കളെ കാണാനും സേവിപ്പാനും സംഗതി വരും. അവർ ഇടതടവില്ലാതെ പൊഴിക്കുന്ന ഹരികഥാമൃതം കേൾക്കാൻ ഭാഗ്യമുണ്ടാകും. സദാപതിയും പുണ്യശ്രവണ കീർത്തനുമായ ശ്രീകൃഷ്ണന്റെ കഥകളെ ആരാണോ ചിത്താർദ്രതയോടെ കേൾക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ തന്തിരുവടി ഇരുന്നു കൊണ്ട് സകല അമംഗലങ്ങളെയും നശിപ്പിക്കുന്നു. മഹാത്മാക്കളെ സേവിക്കുന്നത് കൊണ്ടും ഹരികഥാശ്രവണം കൊണ്ടും രാജസത്താമസങ്ങളായ കാമലോപാദികൾ നശിക്കും. ശ്രീകൃഷ്ണനിൽ നിർമ്മല ഭക്തി വർദ്ധിക്കും. മനസ്സ് ശുദ്ധസത്വമാകും. അവിടെ ഭഗവത് ജ്ഞാനം മറവില്ലാതെ വിളങ്ങും. സർവേശ്വരൻ തന്നെയാണ് തന്റെ ആത്മാവ് എന്ന അപരോക്ഷാനുഭൂതിയുണ്ടാകും. അതോടെ അഹങ്കാരമാകുന്ന ഹൃദയഗ്രന്ഥി ഛിന്ന ഭിന്നമാകും. ഞാൻ ദേഹമാണോ ചൈതന്യമാണോ ഇത്യാദി സംശയ വിപരീത ഭാവനകൾ നശിക്കും.
ഇനിയും ജന്മങ്ങൾക്ക് ഹേതുവായ സഞ്ചിത കർമ്മങ്ങളെല്ലാം നശിക്കും. ഈ കാരണത്താൽ ബുദ്ധിമാന്മാർ ശ്രീ വാസുദേവനെ പരമപ്രേമത്തോടെ ഭജിക്കുന്നു. വേദങ്ങൾ, യാഗം, ജ്ഞാനം, തപസ്, ധർമാചരണം ഇവയുടെയെല്ലാം അന്തിമ ലക്ഷ്യം ശ്രീ വാസുദേവ പ്രാപ്തിയാണ്. വാസുദേവനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. ഇക്കാണുന്ന പ്രപഞ്ചത്തെ തന്തിരുവടി തന്റെ മായയാൽ സൃഷ്ടിച്ചിട്ട് താൻ അതിൽ അന്തർയാമിയായിരുന്ന് ചേഷ്ടിപ്പിക്കുന്നു. ലോകരക്ഷയ്ക്കായി ദേവൻ മനുഷ്യൻ, മൃഗം ഇത്യാദി നാനാവതാരങ്ങളെ സ്വേച്ഛയാ സ്വീകരിച്ച് ഭഗവാൻ ലോകത്തെ പാലിക്കുന്നു. അത്യദ്ഭുതമായ ആ അവതാരങ്ങളിൽ പ്രധാനമായവയെ പറയാം.